ഹലോ ഗുയ്സ്, അപ്പം ഇന്നത്തെ വ്ളോഗ് കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാൻഡ് മാളാട്ടോ, ഇവിടെ വന്നതാണ് ഫ്രണ്ടിനെ കാണാൻ, ഇവനെ കാണാൻ. നിങ്ങൾ ചായ കുടിക്കട്ടെ, രാവിലത്തെ ചായ കുടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പെട്ടെന്നുള്ള ഓടി പിടിച്ച് പോകുന്നതാണ്. പിന്നെ അമ്മൂനൊക്കെ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു, അവൾ നേരത്തെ വിട്ട്. പിന്നെ ചിന്നൂട്ടിയാണെങ്കിൽ അവളിപ്പം വിളിച്ച് ഭയങ്കര സങ്കടം പറയാം, കരയുക, ഞങ്ങളെ മിസ് ചെയ്യുന്നതാണ്. അടിപൊളിയായിരുന്നു, 2 ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് സെറ്റ്. ചാലക്കുടിയല്ലേ ബ്രോയുടെ ഇവിടെ? ഞങ്ങൾക്ക് ചായയൊക്കെ വാങ്ങി തന്നെ ഞങ്ങൾ സൽക്കരിക്കുന്നു ഗൈസ്. വേണ്ടെന്ന് പറഞ്ഞ് സ്കിപ്പ് അടിച്ച്. എന്തായാലും ചായ ഒക്കെ കുടിക്കട്ടെ. കാരണം ഇന്നലെ വന്ന സമയത്ത് ഇവനെ ഞങ്ങളെ കണ്ടായിരുന്നു, പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല. ഇന്നെന്ന് ഏതായാലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കട്ടെ ഗൈസ്, ചായ കുടിക്കട്ടെ. ഇന്നത്തെ ക്ഷീണം വിട്ടുമാറിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ റേസിങ് ഗൈസ്. ഗ്രാൻഡ് മാളിൽ ഇപ്പോൾ എടുത്തു പറയാനുള്ള സംഭവം ഇതാണ് ഗൈസ്. ഇത് കുഴപ്പമില്ല, വൈബ് ഉണ്ട് കേട്ടോ. റൈഡിടാ പക്ഷേ കുറേ കൂടി സ്ഥലം വേണം. സ്ഥലമില്ലാത്തത് കൊണ്ട് കുറഞ്ഞ് പിന്നെ പറയുമ്പോൾ തട്ടിപ്പോകാണ്ടിരിക്കാനുള്ള ഇതില്ലേ സൈഡിൽ. അതല്ല, ഇതിങ്ങനല്ലല്ലോ ഉണ്ടാവുക, ടയറിൻ്റെ ഒന്നുമില്ല. അപ്പോൾ സൈഡിൽ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചല്ലേ. ലിമിറ്റ് സ്പീഡേ ഉണ്ടാവില്ല ഇതിൻ്റെ. എന്തോ ഉണ്ട് സ്പീഡ്. വീഡിയോ എടുക്കാനല്ലേ. എന്തോ പൊളിയില്ലേ, ചൂടാണ്. ആ ഫുള്ള് സീറ്റാട്ടോ, ടോപ്പിലായത് കൊണ്ടാണ്. എല്ലാവരും ഇറങ്ങട്ടെ. അപ്പം ഇതൊന്ന് കാണാമെന്ന് വിചാരിച്ചു, കണ്ടു, കുഴപ്പമില്ല, പൊളി. ഞങ്ങളിതാ ഇവരോട് യാത്ര പറയാട്ടാ. സെറ്റ് ബ്ലോഗിലുണ്ടാവട്ടോ. ഞങ്ങളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട അറിയില്ല. ഇവിടെ ഇവനെ ഞങ്ങൾക്ക് ആദ്യം ഭയങ്കര കമ്പനിയാണ്. ഇവിടുന്ന് കണ്ടു അറിയില്ല. അപ്പോൾ നേരെ ഞങ്ങൾ ഇനിയിപ്പോൾ എങ്ങോട്ടാണല്ലോ പ്ലാൻ ചെയ്തില്ല. ഇവിടുന്ന് ഇറങ്ങി ചേച്ചിനെയും കൂടി കണ്ടാൽ മതി. ചേച്ചിയോട് അന്വേഷിച്ചു എന്ന് പറയണേ. ഇപ്പോൾ ഇറങ്ങട്ടെ കൈ. സ്ഥിര വൈകിയ ടയേർഡ്, ഭയങ്കര ചൂട്. പോട്ടെ. ഇങ്ങനെയുള്ള 2 പിള്ളേരിട്ടാ ഞങ്ങളെ യാത്ര ആക്കിയതാ. നട്ട വെയിലും കൊണ്ട് 2 പേരും. ചേട്ടന്മാർ വെയിലും കൊള്ളല്ലേ, ഞങ്ങളും കൊള്ളട്ടെ എന്നാ പറഞ്ഞത്. ഇവർ 2 പേരും പൊളി. ഞങ്ങൾ ലുലു മാളിലേക്ക് ഗൈസ് അവിടെ പോയിട്ട് ബാക്കി 2-3 പേരെ കാണാനുണ്ട്. കാണാൻ പറ്റുമെങ്കിൽ കാണും, ഇല്ലെങ്കിൽ നേരെ നാട്ടിലേക്ക് വിടും. 5:30 ട്രെയിനാണ്. എറണാകുളം സൗത്തിൽ നിന്നല്ലടാ, നോർത്ത് നിന്ന്. തിരക്കായിരിക്കും ഇന്ന്. ന്യൂ ഇയർ കഴിഞ്ഞ് എല്ലാവരും നാട്ടിലേക്ക് പോകുന്ന തിരക്കുണ്ടാവും. എന്തായാലും അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് കണ്ണൂർ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾ എറണാകുളത്തോട് വിട പറയും. അൺഎക്സ്പെക്റ്റഡ് മീറ്റ് മൈ സിസ്റ്റേഴ്സ്. ഇവരെ നാട്ടിൽ വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. അല്ല, ഇവരെ മുടിപ്പിക്കായിരുന്നു. ആരോടും പറഞ്ഞില്ല. അങ്ങനെ നാട്ടിലേക്ക് കയറിക്കൊണ്ട് ഭയങ്കര ടയർഡാട്ടോ. സൗണ്ടൊന്നും ഇല്ല, ട്രെയിൻ വരുന്നുണ്ട്, സീറ്റ് ഉണ്ടാവും. ആലപ്പുഴയിൽ വരുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷനിലെ നോർത്തിലായിട്ടുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തീരെ വയ്യ. വ്ലോഗ് എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ലല്ലേ. വ്ലോഗ് എടുക്കാനുള്ള ടയേർഡായിട്ട് ഇന്നലത്തെ ക്ഷീണം വിട്ട് മാറിയിട്ടല്ലേ. അങ്ങ് അകലെ കാണുന്നുണ്ട് ട്രെയിൻ. സദാ വരുന്ന നമ്മുടെ ട്രെയിൻ. സീറ്റ് കിട്ടിയാൽ രക്ഷപ്പെടും, ഇല്ലേ കഷ്ടപ്പെടും. ഇപ്പോൾ ഏതായാലും ഇവിടെ ഒക്കെ ഒന്ന് വരണമെന്നുണ്ടായിരുന്നില്ലേടാ. ഞങ്ങളെ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ വന്ന് കാണണം. ലൈറ്റ് എന്തൊക്കെ ഉണ്ട്, ദിനോസറോ എപ്പോൾ സംഭവം ഉണ്ട് കേട്ടോ. കളർഫുൾ. 1-ാം തീയതി കോഴിക്കോട് കളർ
പിന്നെ കൊച്ചിയിൽ ആഘോഷിച്ച് ഒരു മത്സരം പിന്നെ ഒരു കൊച്ചു എടുക്കാൻ തോന്നില്ല. പുലിയാണടാ അത്, പുലിയാണ് ഇതൊക്കെ സംഭവമുണ്ട് ഗൈസ്. ഇങ്ങോട്ട് നിൽക്ക് പൊളി ഗൈസ്, അടിപൊളി ഇട്ടാ സംഭവം. വേറെ എന്താ കുറച്ച് അങ്ങോട്ട് നടന്നു പോട്ടെ. ലൈറ്റ് അതിലൊക്കെ കോഴിക്കോടും കൂടി ഇടുന്നുണ്ട് അതെ ഉണ്ടാവും. 2025 അത് ഓർമ്മല്ലേ, പ്രായം കൂടി വരികയാണ്. ആ ബ്ലൂ നോക്കി നമ്മൾ ഇന്നലെ കൊച്ചി കണ്ടേ. ഇന്ന് ബ്ലൂവിന് എന്താ പ്രത്യേകത? കളർഫുൾ അല്ലേ ഇതിൽ നിന്ന് പെട്ടെന്ന് ശ്രദ്ധ പോയ കളർ ഏതാ? ബ്ലൂ അല്ലേ. പിന്നെ റെഡ്, റെഡിന് പോലെ റെഡ് അങ്ങോട്ട് അടിപൊളി കേസ്. ആ സൈഡിലൊക്കെ എന്താ തിരക്കൊന്നുമില്ല, എന്നാലും തിരക്ക് ഇന്നലെ ഉണ്ടായിരുന്നോന്ന് അറിയത്തില്ല. ഇല്ല, എല്ലാത്തിനും കൊണ്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റില്ലടാ. എന്തോ നിലത്തുണ്ട്, കച്ചവടമുണ്ട്. ചവിട്ടി പോലും അറിയില്ല. ക്രൗഡൊന്നുമില്ല കേട്ടാ. നോർമലി ആ ചെടി പൊളിച്ച് ആ സൈഡിൽ കൂടെ ഉള്ള ചെടികൾ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ വേഗം അടിക്കും ചെയ്യണുണ്ട്. കുട്ടികളെ കൊണ്ടുവച്ച് വന്നാൽ അവർക്ക് ഈ ഒരു ബിസിനസ് അടിപൊളിയായിരുന്നു. അവിടെ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ സമയമാക്കും. ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് നോക്കി ഗൈസ്, പൊളി അതാ ലൈറ്റ് പൊളിച്ച് ഫോട്ടോ എടുത്ത് കാര്യം ഉണ്ടല്ലോടാ കേട്ടോ. പൊളി പീസ്ഫുൾ. ഞാൻ ഇനി ഇതിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ അത്രയൊക്കെ കൊല്ലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ലൈറ്റൊക്കെ ആയിട്ട് ആദ്യമായിട്ട്. വെളിച്ചം നോക്കാം. വെറൈറ്റി സംഭവം കേട്ടോ. നല്ല കളർഫുൾ കേട്ടോ, നല്ല പൊളി. ഇതെനിക്കിഷ്ടമായി. ഇത് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ തലേൻ്റെ മുകളിൽ കൂടെ ലൈറ്റ് ഇതൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ കൊച്ചിയിലേക്ക് പോയത്. കൊച്ചി വേറെ വൈബല്ല മോനെ. പക്ഷെ കൊച്ചിയിൽ പോയിട്ട് ആകെ ഉണ്ടായൊരു ഉപകാരം എന്ന് പറയുന്നത് സൗണ്ട് പോയി. സൗണ്ട് ക്ഷീണം 2025 വിളിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടേക്ക് വന്നപ്പോൾ അല്ലേ ക്രൗഡ് ആടെ തീരെയില്ല. എക്സ്പ്ലോർ ചെയ്യാനാട്ടോ ആൾക്കാർ. യഥാർത്ഥം അറിയില്ല, ഇതിൻ്റെ ചോട്ടിൽ കൂടെ നടക്കാനാണ് ആൾക്കാർ. പൊളി നിരന്ന് നടന്നിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല. ഇത് കുറേ ഉണ്ടിട്ട് നടക്കാൻ. ഞാനിതിൻ്റെ ഉള്ളിലൊക്കെ ആദ്യമായിട്ടാണ്. ഇത് പൊളി കൂടെ ആദ്യമായിട്ടാണ്. ഇടയ്ക്ക് പൊളി. നല്ല റീൽസ് ഒക്കെ എടുക്കാനാണെങ്കിൽ അല്ലേ ടീമുണ്ടായ സുഖം. നമുക്ക് രണ്ട് കാര്യം ആരും വീഡിയോ എടുത്തരാനല്ലോ. അല്ലെങ്കിൽ സ്ലോ മോഷനൊക്കെ ഇടായില്ലേ വെറുതെ ചുമ്മാ. വെൽക്കം ടു 2025 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടായിരുന്നു. പക്ഷെ എന്താക്കണം, ആരുമില്ല. ഞങ്ങൾ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? കേൾക്കും. സൗണ്ട് ഇല്ലാത്തതിനെ കൊണ്ട് അവിടെ നല്ല കേൾക്കും. ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. വാക്ക് ചെയ്താൽ ഞങ്ങൾ പോകും. അപ്പോൾ ഗൈസ് എല്ലാവരോടും സന്തോഷങ്ങളും ഒരുപാട് സന്തോഷം കേട്ടോ. ഈ വർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരുപാട് ആൾക്കാർ അറിയുന്നു, സംസാരിക്കുന്നു. ഒരുപാട് അനിയത്തി കുട്ടികളായ അനിയന്മാര്, ചേച്ചിമാര്, അമ്മമാര് എല്ലാവരും. പിന്നെയാണ് ചിന്നൂട്ടിക്കാണ് സങ്കടം. കണ്ണനും ചിന്നൂട്ടിക്കും ഞങ്ങൾ പോയതിന് ആരും ഇല്ലടാ സങ്കടമാവുന്നൊക്കെ ഭയങ്കര. അവരൊക്കെ അങ്ങനെ ഒരുപാട് ഞങ്ങൾ പിന്നെ ആരും വിളിച്ചില്ല, വേറെ ആരും വിളിച്ചില്ല. വിളിച്ചാൽ പിന്നെ പ്ലെയിൻ മാറും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ തന്നെ അർച്ചനെ അഞ്ജനെ കണ്ടുവരുന്ന വഴിക്ക് അവരോടും പറഞ്ഞ സ്റ്റോറി ഒന്നും വരുന്നില്ല. ജിത്തുവിന് വിഷമമാവും. അവരെ ഞങ്ങൾ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ വിളിക്കുന്നതാണ്. കുറേ ആൾക്കാർ വിളിച്ചു. പിന്നെ പലരും പറഞ്ഞു ഓരോ സ്പോട്ട്. പിന്നെ ഏതായാലും ഞങ്ങൾ കൊച്ചിക്കായിരുന്നു പ്ലാൻ. കയ്യൊക്കെ വേദന, ഫോണിങ്ങനെ പിടിച്ച് തീരെ വയ്യ ഗൈസ്. അടിപൊളി സ്പോട്ട്. ഞാൻ റീലൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ വരാം. പൊളി ഗൈസ്. അങ്ങനെ നമ്മൾ ഒരുവിധമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇപ്പം എന്താ എല്ലാവരും പോവുക, നേരെ വീട്ടിലേക്ക് പോവുക. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചാൽ ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ ടോയ്ലറ്റ് ഉണ്ടല്ലേ. അടിപൊളി. പിന്നെ ഒരു എന്താ പറയുക ചായ ടീ കുടിക്കണം. പിന്നെ സ്റ്റേജ് അത് പിന്നെ എന്തൊക്കെയോ സംഭവം ഞാൻ ആദ്യമായിട്ട് അതെനിക്ക് ഇഷ്ടമായി. ലവിൻ്റെ സംഭവമാട്ടാ ഇഷ്ടപ്പെട്ടു.
അവിടെ വേറെ ഒന്നും കൂടി ഉണ്ട് ഗൈസ്. ഇതാ ഒരു വൈറ്റ് ലവ് ഇവിടെ ഉണ്ട് അല്ലേ, വൈറ്റ്. അതിലൂടെ നമ്മൾ പോയില്ല. ആടാ 2025 ഉണ്ട്. ഓ ഇനി നേരത്തെ പറഞ്ഞ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ട്. 2025 കോഴിക്കോട് ഉണ്ടാവും. അപ്പോൾ അത് കേരള ടൂറിസ്റ്റ് കേട്ടോ. എന്നാൽ അത് നമ്മുടെ നാട്ടുകാരനായ റിയാസ് ഖാൻ്റെ ഒരു ബിരുദാണ് ഗൈസ്. അടിപൊളി. എന്തായാലും ഇത് മാറ്റി വെച്ചിനു, കുറച്ച് ദിവസം ഇല്ലായി. അടുത്ത വർഷം ഇതിലും കളർഫുള്ളാവട്ടെ. മാനം ചിറമയിലാണ്. കാരണം വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാട്ടോ അത്. നല്ലൊരു പീസ്ഫുള്ളായ സ്ഥലമാണ്. ഇപ്പം ഫുള്ള് കളർഫുള്ളാണ്. ഗോളം, എന്തൊരു ഗോളം. അതെല്ലാം കുറച്ച് റൗണ്ടിന് കൊടുക്കണം. അവിടുന്ന് ഇങ്ങോട്ട് വയ്ക്കണം. ഇതെങ്ങനെ ശരിക്കും തിരിഞ്ഞു വെക്കണം, എന്നാലും മനസ്സിലാവും. ഇവിടെ ഒരു 0 കുറവ്. 2000 എന്തൊക്കെ ഉണ്ട് ഇതേ ഉള്ളൂ. പിന്നെ നല്ല റൗണ്ടായിട്ടുള്ള ലൈറ്റ് ഇട്ടാ പൊളി. ഇതാണ് കറക്റ്റ്. ഇത് പൊളി. കയറി വരുമ്പം തന്നെ ഞങ്ങൾ കണ്ടില്ല ഗൈസ്. 2025 വെൽക്കം ടു 2025. ഇനിയില്ല, ഇനി ഞങ്ങൾ മെല്ലെ തിരക്കിയുടെ ഗൈസ്. ഇതൊക്കെ വളകളും അങ്ങനെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ബലൂണൊക്കെ ഉണ്ട് സെറ്റ്. നമ്മളിനി വീട്ടിലേക്ക് കേട്ടോ. കുറച്ച് നടന്നു, ഇനി നടക്കാനാണ്. ഇതാ റൗണ്ട് ലൈറ്റ് സൂപ്പർ. എല്ലാം സൂപ്പറാണ്. ഒന്നിനൊന്നും പോകില്ല. സെറ്റ് സെറ്റ്. ഹാപ്പി ന്യൂ ഇയർ. എല്ലാം കൊണ്ടും അതിമനോഹരമായിരിക്കുന്നു കോഴിക്കോട്. ഇതിലൂടെ ഇറങ്ങുന്നത്, ഇതിലൂടെ പോകും. നമ്മൾ കയറിയെടുത്ത് കൊടുക്കണം. അതിമനോഹരമായിരിക്കുന്നു നമ്മുടെ കോഴിക്കോട്. പൊളി. ഇതാ ഗൈസ്, എന്തൊക്കെ ഉണ്ട്. അവിടെ വേറെ ബൗൾസായും ഇവിടെ റിങ്സ് മോഡൽ. ഇവിടെ എന്താണ് തിരിഞ്ഞ് വളഞ്ഞുള്ള സംഭവം. എല്ലാം കൊണ്ട് വെറൈറ്റി. നടക്കുക തന്നെ കേട്ടോ. ഇത് കണ്ട് നടക്കുക, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് അതൊന്നും. എനിക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ട്? എനിക്ക് ലവ് സീനായിരിക്കും അല്ലേ. എന്താ പറയുക, നെറ്റിൽ നോക്കിയ അവിടെ നല്ല പാട്ട് വെക്കില്ലേ. അത് പാട്ട് വെച്ചാൽ കോപ്പിറൈറ്റ് ഫീലായി. അങ്ങനെ കട്ട് ചെയ്യും. എന്തായാലും സൂപ്പർ പീസ്. നേരെ ഫുഡ് കഴിച്ച വീട്ടിലേക്ക്.